മൈ പാഷൻ മൈ ഹാപ്പിനെസ്സിലേക്ക് സ്വാഗതം. ഇതിന്റെ സ്റ്റിച്ചിങ് ക്ലാസ് 11ാമത്തെ പാർട്ട് 3 ആയ സ്റ്റിച്ചിങ് ആണ്. ഇതുവരെയുള്ള എല്ലാ ക്ലാസ്സിന്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഒന്നെങ്കിൽ അയൺ മിനിറ്റ്സുള്ള ഭാഗം ഈ തുണിയിൽ വെച്ച് അയൺ ചെയ്താലും മതി, അല്ലെങ്കിൽ ഇതിങ്ങനെ വെച്ചിട്ട് ഈ സൈഡ് ഇങ്ങനെ മടക്കി സ്റ്റിച്ച് കൊടുക്കാം. കണ്ടോ, ഫ്രണ്ടും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തു. നല്ല തുണിയുടെ നല്ല വശത്ത് ലൈനിങ് തുണി വെക്കുക, എന്നിട്ട് ഇങ്ങനെ മൊത്തം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. മനസ്സിലായില്ലേ? ഈ സൈഡും ആം ഹോളും സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിലേക്ക് ഇതിങ്ങനെ വെക്കുക. സെൻറ്റർ കറക്റ്റായിട്ട് ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഇവിടുന്ന് നേരെ താഴെ വരെ, ഇവിടത്തോളം വരെ ഈ നെക്കിന് നമ്മൾ വരച്ചേക്കുന്നതിൻ്റെ മേലേക്കോടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. കാലിഞ്ച് ഗ്യാപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെരിച്ച് ഇങ്ങനെ കട്ട് ചെയ്യാം. ചെയ്തിട്ട് ഈ കോർണർ ആവുമ്പോൾ ഒന്ന് അടുപ്പിച്ച് 2-3 സ്റ്റിച്ച് കൊടുക്കാം. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ സ്റ്റിച്ച് ചെയ്തേക്കണമേ കൊണ്ട് സ്റ്റിച്ച് വിട്ടു പോകാൻ ഇടവരരുത്. എന്നിട്ട് ഇതിനെ ഇങ്ങനെ മറയ്ക്കുക. എന്നിട്ട് നമ്മളിത് ഇപ്പം അടിക്കണില്ല, നമ്മൾ ഫ്രണ്ടിലത്തെ നെക്കും കൂടിയും ചെയ്തതിന് ശേഷം ഇത് മറച്ചടിക്കുള്ളൂ. നമുക്കിനി ഫ്രണ്ട് ചെയ്യാം. നമ്മൾ അയൺ ചെയ്ത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് മൊത്തത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാൻ ഇപ്പൊ ബാക്ക് സൈഡാണ് എടുക്കുന്നത്. എന്നിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ പിന്നൊക്കെ ഞാൻ ഊരിയെടുക്കാണ്. അങ്ങനെ ഞാൻ എല്ലാ സൂചിയും ഞാൻ ഊരിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് അങ്ങനെ നമ്മുടെ ഫ്രണ്ട് മൊത്തത്തിൽ നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ നെക്ക്. അതുപോലെ തന്നെ എക്സ്ട്രാ ലൈനിങ് തുണി എടുത്തേക്കുന്നത്. ഇതിന്റെ അടിവശം തേരായതുകൊണ്ട് ഞാൻ മടക്കി അടിക്കുന്നില്ല. ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് മടക്കി അടിക്കണം. ഇതിപ്പോ ഒന്നും ചെയ്യണില്ല. ഞാൻ ഇതിപ്പോ ഇങ്ങനെ തന്നെ വെച്ച് അയൺ ചെയ്തു. ഇതിന്റെ സെന്റർ എവിടെ വരണേന്ന് നോക്കാം. ഇതിന്റെ സെന്റർ ഒപ്പത്തിനൊപ്പം ഇങ്ങനെ വെച്ചു. കണ്ട, എന്നിട്ട് ഇതും ഒപ്പത്തിനൊപ്പം ഇങ്ങനെ വെച്ചു. മനസ്സിലായില്ലേ? ഇങ്ങനെ ഒപ്പത്തിനൊപ്പം ഇങ്ങനെ സെന്ററിലാക്കി വെച്ച് ഒരു പിൻ വേണമെന്നുണ്ടെങ്കിൽ കുത്താം. ഇങ്ങനെ ഒരു പിൻ കുത്തി 2 സൈഡിലും ഞാൻ പിൻ കുത്തി. എന്നിട്ട് ഞാൻ സെന്ററിൽ കൂടെ ഇവിടത്തോളം വരെ ഞാൻ ഒരു സ്റ്റിച്ച് കൊടുക്കാണ്. ഈ നെക്ക് എങ്ങനെയാണോ വരച്ചേക്കണത് അതിന്റെ മേലെ കൂടെ സ്റ്റിച്ച് ചെയ്യാം. ഇതിങ്ങനെ കട്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ ഈ കോർണറിലേക്ക് ആ സ്റ്റിച്ചിനോട് ചേർത്തി ഒന്ന് വെട്ടി, സ്റ്റിച്ചുമ്പോൾ കൊള്ളരുത്,
ബാക്കിയുള്ളത് ഇങ്ങനെ ചെരിച്ച് നമ്മൾ അവിടെ ഇവിടേക്ക് ആയിട്ട് ഓരോ സ്റ്റിച്ച് കൊടുത്തു. ഈ ഒരു കാര്യം കൂടി ചെയ്യാനുണ്ടായിരുന്നു, വിട്ടുപോയി. ആം ഹോളും ഷോൾഡറും കൂട്ടി അടിക്കണം. ഷോൾഡർ അടിക്കണ്ട, ആം ഹോൾ അടിക്കണം. ഇത് അപ്പുറത്തേക്ക് മറച്ചെടുക്കണം. ഇങ്ങനെ നമ്മൾ ഈ ഷോൾഡറിന്റെ ഉള്ളിക്കോടെ ഇങ്ങനെ കൈയിട്ട് ഇത് ഇപ്പുറത്തേക്ക് ഞാൻ മറച്ചെടുത്തു. നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്നെങ്കിൽ അയൺ ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ ജസ്റ്റ് ഒന്ന് ബട്ടന് ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കാം. ഞാനിപ്പോ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതൊക്കെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആക്കി എല്ലാം നേരേക്ക് നേരെ ഇങ്ങനെ വെച്ചിട്ട് സെന്ററിൽ കൂടെ ഒരു സ്റ്റിച്ച് ഇങ്ങനെ കൊടുക്കാണ്. മുമ്പ് ഞാനിത് ആദ്യം തന്നെ ഒന്ന് പതിച്ചടിക്കാം കേട്ടോ. നെക്ക് ആദ്യം തന്നെ ഞാനൊന്ന് പതിച്ചടിക്കുകയാണ്. എന്നിട്ട് ഒന്നെങ്കിൽ അയൺ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ അയൺ ചെയ്യണം, എപ്പോഴും അയൺ ചെയ്യണം. ഇങ്ങനെ അയൺ ചെയ്തിട്ട് ഒരു ഡിസൈൻ എന്ന രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ഇങ്ങനെ വെച്ചടിക്കാം. പിന്നെ നേരെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഒരു സ്ക്വയർ പോലെ എന്ന രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം. ഇത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അടുത്തത് നമുക്ക് ചെയ്യേണ്ടത്, നമുക്കിപ്പോൾ ഓൾറെഡി ഇപ്പൊ ഫ്രണ്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്ന് താഴെ സ്റ്റിച്ച് ചെയ്തു, രണ്ട് സൈഡും എല്ലാവരും സ്റ്റിച്ച് ചെയ്തെടുത്തു. ബാക്ക് സൈഡ് ആണെങ്കിൽ നമ്മൾ ഈ ഷോൾഡർ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്, നെക്കിന്റെ ഇവിടെയും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. വേറെ നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല. ഇനി എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറച്ചടിക്കാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മള് ഈ ലൈനിങ് തുണിനെ നമ്മൾ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ മുകളിലേക്ക് ആക്കി വെച്ചിട്ട്, ഇതാണ് നമ്മുടെ ഫ്രണ്ട് അല്ലേ, ഈ ഫ്രണ്ട് ഇങ്ങനെ ആക്കുന്നത് നല്ല തുണിയും ഒരുമിച്ച് വരത്തക്ക രീതിയിലേക്ക് ആക്കിയിട്ട് ഇതിനെ ഈ ഷോൾഡറിന്റെ ഉള്ളിക്കൂടെ നമ്മൾ മുകളിലേക്ക് ഇങ്ങനെ കടത്തി. ഞാൻ ഇതിനു മുൻപ് ഇൻവിസിബിൾ ഷോൾഡർ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇതിനു മുൻപേ വേറെ ചെയ്തിട്ടുണ്ട്. എല്ലാവരും അതൊന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കാം, അപ്പൊ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാകും. അതേപോലെ തന്നെ ഈ ഷോൾഡറും ഇതിൻ്റെ ഉള്ളിക്കൂടെ കയറ്റി ഇപ്പുറത്തേക്ക് എടുക്കാം. മനസ്സിലായോ? കണ്ട, ഇങ്ങനെ എടുക്കുമ്പോൾ വെച്ച് കഴിഞ്ഞാല് ഇതാണ് നല്ല വശവും ഇത് നല്ല വശവും തമ്മില് ഇങ്ങനെ വന്നു. മനസ്സിലായോ? കണ്ട, ഇങ്ങനെ കയറ്റി വെച്ച് എന്നിട്ട് നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇവിടെ ഒരു പിൻ കുത്തി നോക്കാം. ഇങ്ങനെ ഒരു പിന്നെടുക്കാം. പിന്നെടുത്ത് രണ്ട് ഷോൾഡറുകൾ തമ്മിൽ ഒരുമിച്ച് ഇങ്ങനെ വെക്കുക. വെച്ചില്ലേ? വെച്ചിട്ട് ഇവിടെ ജസ്റ്റ് ഒരു പിൻ കുത്തി നോക്കാം. എന്താ, ഞാനിപ്പോ ഇതൊരു പിൻ കുത്തി. എന്നിട്ട് ഞാൻ ഇതിന് ഇങ്ങനെ മറക്കുകയാണ്. കണ്ട, മറയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് നല്ല വശം തമ്മിൽ വന്നേക്കണുണ്ട. അപ്പൊ ഇത് കറക്റ്റാണ്. അപ്പൊ ഞാൻ ഇത് ഇങ്ങനെ ഒന്നും കൂടി ഇങ്ങനെ ആക്കിയിട്ട് ആ പിന്നൂരി കറക്റ്റായിട്ട് ഒപ്പത്തിനൊപ്പം വെച്ച് ഞാൻ മര്യാദയ്ക്ക് ആക്കി ഒന്ന് പിൻ കുത്തി കൊടുക്കുക അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യുകയോ ചെയ്യാം. ഇറക്കി ഇവിടെ ഒരു പിൻ കുത്തി കൊടുക്കാം. എന്നിട്ട് നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. 1/2 ഇഞ്ചോ അല്ലെങ്കിൽ 1/4 ഇഞ്ച് എത്രയാണ് ഷോൾഡറിന് കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഒരു ഗ്യാപ്പ് ഇട്ട് നമ്മൾക്ക് ഒരു സ്റ്റിച്ച് കൊടുക്കാം. ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ. നല്ല വശം തമ്മിൽ നമുക്ക് ഇങ്ങനെ തിരിച്ചിങ്ങെടുക്കാം.
കണ്ടില്ലേ നല്ല ഭംഗിയില് നമുക്ക് ഷോൾഡർ കിട്ടിയത് കണ്ട. ബാക്ക് സൈഡ് കാട്ടിത്തരാണ്. ബാക്ക് സൈഡ് നമുക്ക് നല്ല വൃത്തിയിൽ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി നെക്കും അതുപോലെ തന്നെ ആം ഹോളും പതിച്ചടിക്കാം. പോലെ ആം ഹോളും കൂടി പതിച്ചടിക്കാം. അങ്ങനെ നമ്മുടെ ടോപ്പ് പോർഷൻ റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയില് നമുക്ക് കിട്ടിയില്ലേ? യെസ്, കണ്ടില്ലേ നമ്മുടെ ടോപ്പ്. ഇനി സ്കേർട്ടാണുള്ളത്. അങ്ങനെ നമ്മുടെ ടോപ്പ് പോർഷൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സ്കേർട്ടിനുള്ള തുണി എടുക്കാം. ഞാൻ ഇപ്പൊ സാരിയിൽ നിന്ന് എടുത്ത തുണി ആയതുകൊണ്ട് ഞാൻ ഇതിന്റെ 3 സൈഡും സ്റ്റിച്ച് ചെയ്തത് മടക്കി അടിച്ചിട്ടുണ്ട്. ഇവിടെയും ഞാനൊന്ന് മടക്കി അടിച്ചു, ഈ സൈഡും മടക്കി അടിച്ചു. അതുപോലെ തന്നെ ഞാൻ ഇപ്പുറത്തും മടക്കി അടിച്ചിട്ടുണ്ട്. കാരണം പിന്നി ഇരിക്കാനാണ്. ഇനി പിന്നി പോണ തുണികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും 3 സൈഡും മടക്കി അടിക്കുന്നത് തന്നെയാണ് എന്തുകൊണ്ടും നല്ലത്. ഇത് മൊത്തം എന്തോരം ഉണ്ടെന്ന് ഞാൻ അളന്ന് നോക്കാണ്. ഇതിപ്പം നമുക്ക് മൊത്തം വരുന്നത് ഇവിടുന്ന് ഇവിടത്തോളം വരെ എന്ന് പറയുന്നത് 18 ഇഞ്ചാണ്. അതായത് ഒരു സൈഡിൽ എനിക്ക് 9 ഇഞ്ചോളമാണ് എനിക്ക് കിട്ടിയേക്കുന്നത്. അത്രയും ഇതിലേക്ക് നമുക്ക് ഈ സ്കേർട്ടിന്റെ തുണിയെ നമുക്ക് ചുരുക്കിയെടുക്കണം. ഇനി നമുക്ക് ചെറിയ ചെറിയ പ്ലീറ്റ് ഇട്ടിട്ട് നമുക്ക് ഈ ഒരു സൈഡ് നമ്മൾക്ക് 9 ഇഞ്ചാണെന്ന് പറഞ്ഞല്ലോ. 9 ഇഞ്ചിന് നമുക്ക് എന്തോരം ഉണ്ടെന്ന് നമുക്ക് ആദ്യം അളന്ന് നോക്കാം. നമുക്കിത് വരുന്നത് ഒരു സൈഡിലേക്ക് മാത്രമായിട്ട് ഇതിപ്പോ 21.5 ഇഞ്ച് ഉണ്ട്. ആ 21.5 ഇഞ്ചിന് നമുക്ക് 9 ഇഞ്ചാക്കി ചുരുക്കണം. അപ്പൊ ഞാൻ ചെറിയ പ്ലീറ്റുകളാണ് ഇടുന്നത്. ഇതിപ്പോ തുണിയുടെ നല്ല വശമാണ്. ആദ്യം തന്നെ 2 ഇഞ്ചോളം നമുക്ക് വെറുതെ സ്റ്റിച്ച് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ചെറിയൊരു പ്ലീറ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുത്തി നിർത്തി കുറച്ച് നീക്കിയിട്ട് വീണ്ടും ചെറിയ പ്ലീറ്റ്, നമ്മൾ പിറ്റിക്കൊണ്ട് പ്ലീറ്റ് ഇടില്ല അതുപോലെ വീണ്ടും കുറച്ച് നീക്കിയിട്ട് വീണ്ടും ചെറിയ പ്ലീറ്റ് ഇട്ട് കൊടുക്കാം. ഇതിപ്പോ എന്തോരം ഉണ്ട് നമുക്ക് അളന്ന് നോക്കാം. ഇതിപ്പോ കറക്റ്റ് ഈ കുത്തി നിർത്തിയേക്കണത് വെച്ച് വരുമ്പോ ഏകദേശം ഒരു 9 ഇഞ്ചോളം നമുക്ക് വന്നിട്ടുണ്ട്. ബാക്കിയുള്ള ഇവിടെ അറേഞ്ച് ചെയ്ത് നമുക്ക് റെഡിയാക്കാം. ഇതിപ്പോ മൊത്തം ഇപ്പൊ സ്റ്റിച്ച് ചെയ്തേക്കുന്നോടത്തോളം വരെ നമുക്ക് ഇപ്പൊ ഏകദേശം ഒരു 10 ഇഞ്ച് കൂട്ടിക്കോ. 10 ഇഞ്ച് ഉണ്ട്. ബാക്കി നമുക്ക് മൊത്തം 18 ഇഞ്ച് മതി. ബാക്കിയുള്ളതിന് ഇതുപോലെ തന്നെ നമുക്ക് പ്ലീറ്റ് ഇട്ട് റെഡിയാക്കി എടുക്കാം. നമുക്ക് മൊത്തം 18 ഇഞ്ചാണ് ആവശ്യം. ഇതിപ്പോ ഏകദേശം ഇനി ബാലൻസ് 24 ഇഞ്ചോളം ഉണ്ട്. നമ്മൾ ഈ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതാണെന്ന് നോക്കാം. എന്തോരം ഉണ്ടെന്ന് നമുക്ക് ഇതാണെന്ന് നോക്കാം. ഇതിപ്പോ ഏകദേശം ഒരു 18 ഇഞ്ചോളം വന്നിട്ടുണ്ട്. ആ ഒരു 1/4 ഇഞ്ചും കൂടി നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഒരിത്തിരി സ്റ്റിച്ച് വിടിയിച്ചിട്ട് കയറ്റി അടിച്ച് നമുക്കത് കറക്റ്റ് 18 ഇഞ്ചിന്റെ രീതിയിലേക്ക് ചുരുക്കിയെടുക്കാം. ഇതിപ്പോ നല്ല തുണിയാണ്. ഇനി ലൈനിങ് തുണി ഉണ്ട്. ലൈനിങ് തുണി ഇതേപോലെ തന്നെ ഇതിന്റെ സെന്റർ കണ്ടുപിടിക്കുക. സെന്റർ കണ്ടുപിടിച്ചിട്ട് ഇവിടെയാണ് സെന്റർ വരുന്നത്. സെന്റർ കണ്ടുപിടിച്ച് അടയാളപ്പെടുത്തി ഇതുപോലെ തന്നെ ലൈനിങ് തുണിക്ക് അത്രയും വീതി ഇല്ല കേട്ടോ. അപ്പൊ എന്ത് ചെയ്യണം, ചെറിയ ചെറിയ പ്ലീറ്റ് ഇട്ട് നമ്മള് പെറ്റിക്കോട്ടിന് ഇട്ട പോലെ ചെറിയ പ്ലീറ്റ് അവിടെ ആയിട്ട് മാത്രം ഇട്ട് നമുക്കിത് ചുരുക്കിയെടുക്കാം.
അങ്ങനെ ഇത് മൊത്തം 18 ഇഞ്ച് ഉണ്ട്. ഇനി നമുക്ക് നല്ല തുണിയായിട്ട് ഇത് അറ്റാച്ച് ചെയ്യാം. നല്ല തുണിയുടെ ഇതാണ് നല്ല തുണി നല്ല വശം. ഇതിന്റെ ബാക്ക് സൈഡില് നമുക്ക് ലൈനിങ് തുണി വെക്കാം. ലൈനിങ് തുണി വെക്കുമ്പോൾ ലൈനിങ് തുണി അടിവശം മടക്കി അടിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൂടി ശ്രദ്ധിച്ചിട്ട് വേണം ലൈനിങ് തുണി വെക്കാനായിട്ട്. ഇതിങ്ങനെ ഒപ്പത്തിനൊപ്പം വെക്കുക. വെച്ചിട്ട് ഇതാണ് നല്ല വശം, ഇത് കൊള്ളില്ലാത്ത വശം. കൊള്ളില്ലാത്ത വശത്ത് വെച്ച് വേണം നമുക്ക് ലൈനിങ് തുണി അറ്റാച്ച് ചെയ്യാനായിട്ട്. സ്കേർട്ടും ടോപ്പും ഒപ്പത്തിനൊപ്പം ഇങ്ങനെ പിടിച്ചു. എന്നിട്ട് ഒരു 1/2 ഇഞ്ച് ഇറക്കി നമുക്കിത് സ്റ്റിച്ച് ചെയ്യാം. എക്സ്ട്രാ വരുന്ന ലൈനിങ് തുണിയൊക്കെ കട്ട് ചെയ്ത് കളയണം കേട്ടോ. ഞാൻ കട്ട് ചെയ്തിട്ടില്ല. അതൊക്കെ എല്ലാവരും ശ്രദ്ധിച്ചോളൂ. ഇങ്ങനെ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ടോപ്പും അതുപോലെ സ്കേർട്ടിന്റെ നല്ല വശവും ഇങ്ങനെ ബാക്കിലേക്ക് ഇങ്ങനെ വലിച്ചിടണം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ചുരുണ്ട് വരും. ചുരുണ്ട് വെച്ചാൽ എക്സ്ട്രാ തുണി വന്ന് കൂടുതൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരും. അത് എപ്പോഴും ശ്രദ്ധിക്കുക. ഇങ്ങനെ ഒപ്പത്തിനൊപ്പം വെക്കുക. വെച്ചിട്ട് ആദ്യം തന്നെ ലോക്ക് ഇടുക. ഇനി നമുക്കിത് ഡബിൾ സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്തത് ശരിയായോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എവിടെയെങ്കിലും കയറി വരെ അല്ലെങ്കിൽ എന്തെങ്കിലും ചുളിവ് പറ്റുണ്ടോ എന്ന് നോക്കാം. എനിക്ക് എവിടെയും കയറി വന്നിട്ടില്ലല്ലോ. ഇല്ല, എല്ലാം കറക്റ്റ് ആയിട്ട് തന്നെയാണ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. ഇതുപോലെ നമുക്ക് അപ്പുറത്തെ സൈഡും സ്റ്റിച്ച് ചെയ്യണം. നമുക്ക് ഇനി ആദ്യം തന്നെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ഇവിടെ അടയാളപ്പെടുത്താം. 1.5 ഇഞ്ച് എന്ന് പറയുമ്പോൾ കറക്റ്റ് 1.5 അടയാളപ്പെടുത്തരുത്. 1.5ക്ക് തൊട്ട് മുൻപുള്ള ആ പോയിന്റ് ഇല്ലേ, അവിടെ വെച്ച് വേണം അടയാളപ്പെടുത്താനായിട്ട്. അങ്ങനെ നമുക്ക് കറക്റ്റ് വേസ്റ്റിന്റെ അവിടത്തോളം വരെ കറക്റ്റ് ഈ 1.5 ഇഞ്ചിന് മുൻപ് വരെയുള്ള ആ പോയിന്റ് വെച്ച് അടയാളപ്പെടുത്താം. വേസ്റ്റ് വരെ നമുക്കിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരണം. ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് കൊണ്ടുവരാം. എന്നിട്ട് അവിടുന്ന് നമ്മൾ ഈ പെറ്റിക്കോട്ടിനും ഇതിനൊക്കെ സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പോവാം. ഇത് ചെയ്യേണ്ടത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് തയ്യൽ തുമ്പ് 1.5 ഇഞ്ചാണ് ഇട്ടേക്കുന്നത്. അതിന് 1.5 ഇഞ്ച് എന്നുള്ളതിന് 1.5 ഇഞ്ച് ആവണ്ട, അതിന് തൊട്ട് മുൻപത്തെ പോയിന്റ്. അതായത് ഇതാണ് 1.5 ഇഞ്ചെങ്കിൽ അതിന് തൊട്ട് മുൻപത്തെ പോയിന്റ് ഇല്ലേ, അവിടെ വെച്ചൊരു വര വരയ്ക്കാം. അപ്പൊ ഒരു പോയിന്റ് കൂടുതൽ നമ്മുടെ അളവ് വരും. അപ്പൊ നമുക്ക് അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ ഇവിടുന്ന് ഇവിടത്തോളം വരെ ഞാൻ അടയാളപ്പെടുത്തി. എന്നിട്ട് ഈ പോയിന്റ് ഉണ്ടല്ല, നമ്മുടെ ടോപ്പും സ്കേർട്ടും തമ്മിൽ ജോയിൻ ചെയ്ത് ഈ പോയിന്റ് എപ്പോഴും ഒരുമിച്ച് ഇങ്ങനെ വരണം. ഒരുമിച്ച് ഈ 2 പോയിന്റ് നമ്മൾ ഒരുമിച്ച് വരണം. അതിന് വേണ്ടി നമുക്ക് ഈ 2 പോയിന്റും ഇങ്ങനെ ഒപ്പത്തിനൊപ്പം ഇങ്ങനെ പിടിക്കുക. പിടിച്ചിട്ട് നമ്മുടെ 1.5 ഇഞ്ച് ഇവിടെയാണല്ലോ വരണേ, അത് കറക്റ്റ് അല്ലേ എന്ന് നോക്കിയിട്ട് ഇങ്ങനെ പിടിച്ച് കറക്റ്റ് അല്ലേ എന്ന് നോക്കി നമുക്കൊന്ന് പിൻ ചെയ്യാം. കണ്ട, ഇങ്ങനെ വെച്ച് പിൻ ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഷോൾഡറുകൾ ആം ഹോള് ഒപ്പത്തിനൊപ്പം ഇങ്ങനെ വെക്കുക. സ്ലീവ് വെക്കുന്നത് അടുത്ത സ്ലീവ്ലെസ് ടോപ്പാണ്. അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോയിൽ സ്ലീവ് വെക്കുന്ന വിധം ഞാൻ കാട്ടിത്തരാം. അത് കഴിഞ്ഞിട്ട് ഒരു ചുരിദാർ ടോപ്പാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതിൽ ഇങ്ങനെ സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നത് കാട്ടിത്തരാം. അതുപോലെ തന്നെ ഈ ജോയിന്റ് ചെയ്ത് ഈ ഭാഗം മുകളിലേക്ക് വേണ്ട വെക്കാനായിട്ട്, താഴ്ഭാഗത്തേക്കല്ല, ഇത് മുകൾ ഭാഗത്തേക്ക് വേണം വെക്കാനായിട്ട്. വെച്ചിട്ട് വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. കറക്റ്റ് ഞാൻ ഇവിടത്തോളം വരെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഞാൻ കെട്ടിട്ട് നിർത്തി. ഇനി നമുക്ക് ചെയ്യേണ്ടത്, നമ്മൾ വേസ്റ്റ് വരെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞില്ലേ, ഇനി ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ നിന്ന് മുതൽ നമുക്ക് ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്ത് വരാം.
നമ്മള് സ്റ്റിച്ച് ചെയ്ത് വേസ്റ്റ് വരെ ഇട്ടിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് നല്ല തുണികൾ തമ്മിൽ കൂട്ടി പിടിക്കുക. അതുപോലെ തന്നെ ഈ ലൈനിങ് തുണിയും ഒപ്പത്തിനൊപ്പം ഇങ്ങനെ പിടിക്കുക. ഇപ്പുറത്തെയും ഒപ്പത്തിനൊപ്പം തന്നെ ഇങ്ങനെ പിടിക്കുക. കണ്ടോ? അപ്പൊ എല്ലാം ഞാനിങ്ങനെ ഒരുമിച്ച് പിടിച്ചേക്കാണ്. ഇതൊരു മെത്തേഡാട്ടോ. വേറെ മെത്തേഡ് ഉണ്ട്, അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാട്ടിത്തരാം. എന്നിട്ട് നമ്മൾ പെറ്റിക്കോട്ട് അടിച്ച പോലെ തന്നെ ഇങ്ങനെ ചെരിച്ച് നമ്മൾ അടിച്ചു വരികയാണ് ചെയ്യുന്നത്. എന്നുണ്ടെങ്കിൽ അടിവശം മടക്കി അടിക്കാം. ഞാനിപ്പോൾ അടിവശം മടക്കി അടിക്കുന്നില്ല, തേരുവശമാണ്. എപ്പോഴും ചെയ്യേണ്ട ചില അടിവശം നമ്മൾ 1 ഇഞ്ച് നമ്മൾ മടക്കി അടിക്കാൻ വിട്ടിട്ടുണ്ട്. 2 മടക്ക് മടക്കി നമുക്ക് അത് മടക്കി അടിക്കാവുന്നതാണ്.